എന്തുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള ജനറൽ ബോഡി മീറ്റിംഗ്? നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഒരു ഫൈനൽ ചെയ്തിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ജഗതി ചേട്ടനെ കണ്ടോ? കണ്ടു കണ്ടു. ചേട്ടൻ, ശ്രീൻ ചേട്ടൻ എല്ലാവരും വന്നിട്ടുണ്ട്. കണ്ടിരുന്നു. മധു സാറ് ലൈവിൽ വരും ചെയ്യും. വരുന്നുണ്ടല്ലേ? അപ്പൊ എന്താണ് ഈ തവണത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. അല്ല, മീറ്റിംഗിന് വിശേഷം വേണ്ട, അതല്ലാതെ ഇതുവരെയുള്ള ജനറൽ ബോഡി ഇപ്പൊ 31 വർഷമായില്ലേ? 31 വർഷമായി. അപ്പൊ ഓരോ തവണയും വരുമ്പോ ഓരോ എക്സൈറ്റ്മെന്റ് ആണല്ലോ. ഈ തവണ വരാനുണ്ടായ പ്രധാന കാരണം എന്താണ്? ഞാൻ എല്ലാ തവണ വരുന്ന കാരണം തന്നെ, എല്ലാ തവണയും വരാറുണ്ട്. ഒരു തവണ കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തതിന് അന്ന് മുതൽ എല്ലാ ജനറൽ ബോഡിക്കും വരാറുണ്ട്. അപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും അഡോബ് കമ്മിറ്റി ആണ് നമ്മളെ ഇതുവരെ ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. നടന്നുകൊണ്ടിരിക്കുകയാണ്, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അഡോബ് കമ്മിറ്റി ആണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. എന്താണ് അതിന്റെ കാലാവധി കഴിയും, ഇന്നോടുകൂടി കഴിയും. അങ്ങനെയാണ്. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. മോളെവിടെ? മോള് ചെന്നൈയിലുള്ളത്. മെമ്പർഷിപ്പ് ഇല്ല ആൾക്ക് ഇവിടെ? ഇല്ല, മോൾക്ക് ഇനി എടുത്തിട്ടില്ല. എടുക്കണ്ടേ? എടുക്കണം. അപ്പൊ ചേച്ചി എത്രാമത്തെ തവണ ഇവിടെ വരുന്നത്? ഞാൻ ഇത് ആദ്യമായിട്ടാണ് ജനറൽ ബോഡിയിൽ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്കിപ്പോ കഴിഞ്ഞ വർഷമാണ് എനിക്ക് മെമ്പർഷിപ്പ് തന്നത്. അതിനു മുമ്പ് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടല്ലേ കൂടുതൽ. അവർ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഇതിൽ മെമ്പർഷിപ്പ് ഇല്ലല്ലോ. ഇപ്പൊ കുറച്ച് മലയാളം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് തന്നതാണ്. ഭയങ്കര സന്തോഷം. പറ്റുന്നില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് എല്ലാരെയും കണ്ടു? ഭയങ്കര സന്തോഷം. നമ്മള് എന്താ പറയാ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് സ്ക്രീനിൽ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോഴും കാണാൻ ഇവിടെ വന്നപ്പോഴേ ഒരു അവസരം ഉണ്ട്. നമുക്ക് എല്ലാരെയും വീട്ടിൽ പോയി കാണാൻ പറ്റില്ലല്ലോ. അത് ഭയങ്കര സന്തോഷമാണ്. ചേച്ചി ഡപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതെ, അനന്യ ഇപ്പൊ കണ്ടപ്പോ അയ്യോ എന്റെ വോയിസ് ആണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞു. സന്തോഷം. അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര സന്തോഷം അല്ലേ? പിന്നെ പുതിയ സിനിമ ഏതാ ചേച്ചി? പുതിയത് ഇപ്പോ ടൂറിസ്റ്റ് ഫാമിലി റിലീസായി. കണ്ടു. ഇനി കാതലേ റിലീസ് ആവാനുണ്ട്. പിന്നെ റോക്കി അല്ല, ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു പടം, എവിഡൻസ് എന്ന് പറഞ്ഞൊരു പടം. 3 തമിഴ് പടമാണ്. 3 തമിഴ്. മലയാളം ഇനി അഭിനയിക്കാൻ പോകുന്നേ ഉള്ളൂ. ഭരതനാട്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അഭിനയിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതില് ഭയങ്കര തരയിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ചേച്ചി അഭിനയിക്കുന്ന സിനിമയൊക്കെ ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. കണ്ടു തീർച്ചയായിട്ടും കണ്ടു. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ആസാദിയുടെ ഇതിന് വന്നിട്ട് അപ്പം വളരെ സന്തോഷം കാണാൻ സാധിച്ചില്ല. വീണ്ടും കാണട്ടെ. ജഗതി ചേട്ടനൊക്കെ വന്നിരുന്നു, കണ്ടിരുന്നോ? കണ്ടു, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര ഓർമ്മ. അതെ, ഞാനൊന്ന് സംസാരിക്കാൻ നിന്നല്ല, ഒരു ഫോട്ടോ മാത്രം എടുത്തു. ഓക്കെ, താങ്ക് യു. ബൈ. വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ. ഒരു വർഷത്തിന് ശേഷം സുഹൃത്തുക്കളെയും എല്ലാവരെയും കണ്ടോണ്ടിരിക്കുന്നു. തീർന്നിട്ടില്ല, തീരത്തില്ലല്ലോ. അതെ. എന്താണ് ഈ തവണത്തെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? അല്ല, ഇത് എല്ലാവർക്കും മാനസികമായിട്ടൊരു വലിയ വിഷമത്തിൽ നിന്ന് ഒരു നല്ല ഉണർവും ഉന്മേഷവും ഉണ്ടായിട്ടുണ്ട്. പുതിയ കാര്യങ്ങളിലേക്ക് ഒരുപാട് നല്ല പ്ലസ് പോയിന്റുകൾ ഉണ്ട്. നല്ല ശുഭപ്രതീക്ഷകളോടുകൂടി ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട്, തുടക്കമല്ല, തുടർച്ച. അതെ, കണ്ടിരുന്നു. ഈ ഫാമിലി മീറ്റപ്പ് ആണെങ്കിലും ഇപ്പോഴത്തെ ഈ ജനറൽ ബോഡി ആണെങ്കിലും എല്ലാം കോർഡിനേറ്റ് ചെയ്തതും എല്ലാം നിങ്ങൾ എത്തിച്ചേക്ക അഡോബ് കമ്മിറ്റിയാണ്. അഡോബ് കമ്മിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അല്ല, അത് വളരെ അവരുടെ സംരംഭം. കാരണം ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുകയും അത് നല്ലൊരു വിജയത്തിലെത്തിക്കുക എന്നുള്ളത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷെ അതൊരു ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകം അഭിനന്ദനം അവർ അർഹിക്കുന്നു. പുതിയ പ്രൊജക്റ്റ് ഇപ്പോൾ ഞാൻ 3 എണ്ണത്തിൻ്റെ വർക്കിലാണ്. ഒന്ന് തിമിംഗല വേട്ട എന്ന് പറഞ്ഞ ഒരു എണ്ണം, പിന്നെ ഒരു ആഘോഷം, പിന്നെ ദൃഢം. അങ്ങനെ 3 പടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ JSK റിലീസാണ്. അതെ, അത് ഉടനെ അടുത്ത് റിലീസിങ് അതാണ്. അതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമായിരിക്കും. ഉപ്പുമുളയിലേക്ക് വരാം, എപ്പോൾ വേണേലും വരാമല്ലോ. പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ പോലെ അങ്ങനെ ഒരു രീതിയിലാണല്ലോ കഥാപാത്രത്തിൻ്റെ ഒരു രീതികളും അങ്ങനെ ആണല്ലോ. എപ്പോൾ വേണേലും വരാം, പോകാം, അങ്ങനെ വരും. സാർ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, അമ്മയുടെ മീറ്റിംഗിന് എത്തിയിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എന്താ സ്പെഷ്യൽ എന്ന് പറയൂ. സ്പെഷ്യൽ അറിയില്ല. അന്ന് കഴിഞ്ഞ കുടുംബ സംഗമത്തിൽ അവിടെ ഒരു കുക്കറി ഷോ ഉണ്ടായിരുന്നു. അതിന്റെ എന്തോ ഒരു സമ്മാനം അല്ല, അതിന്റെ എന്തോ സംഭവത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം അമ്മയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്ന് എനിക്കറിയാം. മാത്രമല്ല, ഓരോ ആർട്ടിസ്റ്റും പേഴ്സണലി വരുന്ന ഒരു
സ്ഥാപനമാണ്. അപ്പം അങ്ങനെ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകളെ പറ്റി എന്താ പറയാനുള്ളത്? എല്ലാവരും ഭയങ്കര ബെസ്റ്റ് അല്ലേ, എല്ലാവരും നല്ല നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ്, അമ്മയിലെ ഈ സിനിമയിലുള്ള എല്ലാവരും. അപ്പം അത് ഭയങ്കര സന്തോഷമാണ് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഓരോ കാര്യത്തിൽ പങ്കെടുക്കുന്നതെല്ലാം. നമ്മളെപ്പോഴും ലാലേട്ടൻ, മമ്മൂക്ക അവരുടെ ഇഷ്ട ഭക്ഷണത്തിനെ പറ്റിയാണ് തിരക്കാറ്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ലാലേട്ടൻ ഇഷ്ടപ്പെട്ട് ചോദിച്ച ഭക്ഷണം ഏതായിരിക്കും? ഇപ്പോൾ അടുത്തിടെ നമ്മുടെ പുതിയൊരു റെസ്റ്റോറൻറ്റിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു, പാല് കച്ചാൻ ആഡ് ആൻഡ് ഗോ എന്ന് പറഞ്ഞിട്ട് മട്ടൺ മാത്രമുള്ളതാണ്. അപ്പോൾ അതിന് കുറേ ഇൻപുട്ടൊക്കെ നമുക്ക് തന്നു, കുറേ പുതിയ മട്ടൺ ഡിഷുകളൊക്കെ. അപ്പോൾ അദ്ദേഹം അത് ഉടൻ തന്നെ അത് തുറക്കുമ്പോൾ വന്നു കഴിഞ്ഞ ഉടനെ ഭക്ഷണം കൊടുക്കാനും താല്പര്യമുണ്ട്. ഓ, അപ്പൊ അതിനു വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ. കോമൺലി ഫിഷ് ഐറ്റംസ് ആണോ അതോ ചിക്കൻ, മട്ടൺ അങ്ങനെയൊക്കെയാണോ ലാലേട്ടൻ ഇഷ്ടപ്പെടുക? ലാലേട്ടന് സീ ഫുഡ് ഇഷ്ടമാണ്, നല്ല മീറ്റ് ഇഷ്ടമാണ്, എല്ലാം കഴിക്കുന്ന ഒരാളാണ്, എല്ലാം കുക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അപ്പം ലാലേട്ടൻ കുക്കിംഗ് കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ വന്ന് പറയാറുണ്ട് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഇച്ചിരി കുറവുണ്ട് അല്ലെങ്കിൽ ഇത് ഇച്ചിരി കൂടുതലുണ്ട് എന്നൊക്കെ പറയാറുണ്ടോ? ഭയങ്കരമായിട്ട് എല്ലാം അറിയാവുന്നതാണല്ലോ, പാചകം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, കുക്കിംഗ് നോളജ് ഉള്ള ആളാണ്. തീർച്ചയായിട്ടും കഴിക്കുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോയി കഴിച്ച് നല്ലതാണെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര നല്ല ഫുഡാണ്. ഓക്കെ. ഈ ഇടയ്ക്ക് ലാലേട്ടൻ ഒരു ഏത്തയ്ക്ക വെച്ചിട്ടൊരു സാധനം വൈറലായിട്ടുണ്ട്. അത് എവിടുന്ന് പഠിപ്പിച്ചു കൊടുത്താണോ? അല്ലല്ല, അദ്ദേഹത്തിന് എത്രയോ വർഷമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭക്ഷണം കഴിച്ചില്ല, അതിന്റെ സമയം കഴിക്കാം. നിങ്ങളെയൊക്കെ മിസ്സായാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ആണോ? അപ്പം ചേച്ചിയുടെ അടുത്താണ്. എന്നാലും എന്തുണ്ട് വിശേഷം? സുഖം. അമ്മയുടെ മീറ്റിംഗ് അല്ലേ, എന്താ പറയുക, ഒരു വർഷത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന ദിവസമാണിത്. എല്ലാ വർഷവും ഓടി വരും. പിന്നെ അപ്പം ഇപ്പൊ 31ാമത്തെ വർഷമാണ് ജനറൽ കൂടുന്നത്. ചേച്ചി എത്ര തവണയായി വരുന്നു? എനിക്ക് നമ്പർ എനിക്ക് ഓർമ്മയില്ല. നമ്മളിത് കേൾക്കുക, വരിക. കാരണം നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നതുകൊണ്ട് ഈ ദിവസം വരണം. നമുക്ക് എഗ്രിമെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് വരുള്ളൂ. ഹലോ, അപ്പം നമ്മൾ വരാതിരിക്കില്ല. കാരണം നമുക്ക് 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നാളെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കിടന്നു പോയാൽ വലിയ ഗുണമല്ല. അതാണ് ഏറ്റവും. അല്ലാണ്ട് നമുക്ക് സിനിമ കിട്ടും അങ്ങനെയൊന്നുമല്ല. സിനിമയൊക്കെ അതൊക്കെ നമ്മളെ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും വിളിക്കണം. പക്ഷെ ഇതിന് 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് നമുക്ക് വലിയൊരിതാണ്. അതിന് വേണ്ടി ഓടി വരും. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു മോളെ, താങ്ക് യു. ആ വർഷം ഓടി വരും. പിന്നെ അപ്പം ഇപ്പൊ 31ാമത്തെ വർഷമാണ് ജനറൽ കൂടുന്നത്. ചേച്ചി എത്ര തവണയായി വരുന്നു? എനിക്ക് നമ്പർ എനിക്ക് ഓർമ്മയില്ല. നമ്മളിത് കേൾക്കുക, വരിക. കാരണം നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നതുകൊണ്ട് ഈ ദിവസം വരണം. നമുക്ക് എഗ്രിമെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് വരുള്ളൂ. ഹലോ, അപ്പം നമ്മൾ വരാതിരിക്കില്ല. കാരണം നമുക്ക് 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നാളെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കിടന്നു പോയാൽ വലിയ ഗുണമല്ല. അതാണ് ഏറ്റവും. അല്ലാണ്ട് നമുക്ക് സിനിമ കിട്ടും അങ്ങനെയൊന്നുമല്ല. സിനിമയൊക്കെ അതൊക്കെ നമ്മളെ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും വിളിക്കണം. പക്ഷെ ഇതിന് 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് നമുക്ക് വലിയൊരിതാണ്. അതിന് വേണ്ടി ഓടി വരും. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു മോളെ, താങ്ക് യു. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.